എല്ലടോ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ പഞ്ചായത്തിൽ ഞാൻ മാത്രമേ മെമ്പറായിട്ടുള്ളൂ. എടോ, നിങ്ങൾ എന്തെന്നാന്നോ പറയുന്നത്? നിങ്ങളെ വാർഡിലെ പ്രശ്നം നിങ്ങളെ വാർഡിലെ മെമ്പറോടല്ലേ പറയേണ്ടത്, അല്ലാണ്ട് പിന്നെ എന്നോട് പറയേണ്ടത്? എടോ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ കാര്യം അവതരിപ്പിച്ചിട്ട് പ്രശ്ന പരിഹാരം ആയതിനു ശേഷം എന്നെ വിളിക്കും, കേട്ടിനാ? അല്ല എന്നാണല്ലോ പ്രശ്നം. അതായത് കക്കൂസിന്റെ ടാങ്ക് പൊട്ടിയിട്ട് വെള്ളം കംപ്ലീറ്റ് പറമ്പിലുള്ളത് ഇപ്പോ. എന്തെന്ന്? ടാങ്ക് പൊട്ടിയിട്ട് മാലിന്യം കംപ്ലീറ്റ് ഞാൻ പറമ്പത്തുള്ളൂ ഇപ്പോ. എന്നിട്ടൊരു ഗൗരവമില്ലാണ്ട് ഒരു എത്ര സില്ലായിട്ട് നിങ്ങൾ പറഞ്ഞ്, എന്റെ ദൈവമേ, നിങ്ങളെന്നാടോ ഈ പറയുന്നത്? ഈ മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായില്ല? അല്ല, നിങ്ങൾക്ക് ഇത് കാര്യം, ഇതിന്റെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മനസ്സിലായില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. വാർഡിലെ അംഗങ്ങൾക്ക് പകർച്ചവ്യാധി പകരാനുള്ള സാധ്യത കയറ്റുമല്ലേ നിങ്ങൾ ഈ കക്കൂസ് മാലിന്യം ചെയ്യാ? എടാ, നിങ്ങൾ സംഭവം അറിയാം, എല്ലാത്തിനും ഇവിടെ കപ്പലും മറിഞ്ഞിട്ട് മാർക്കറ്റ് മൊത്തം അടച്ചിട്ടുള്ളേ. ഇനിയിപ്പോ എന്തെല്ലാം രോഗമാണ് ആ പേരിൽ വരുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. ഒന്നും പറയണ്ട, ഈ മഴ പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഈ സമയത്ത് പല രോഗങ്ങളും ഈ പകർച്ചവ്യാധികൾ പടരുന്ന സമയമാണ്. അയൽവാസി എന്നുള്ള ഒരു പരിഗണനയും നിങ്ങൾ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സാംക്രമിക ജന്യ രോഗങ്ങൾ പടർന്നു കൊടുക്കുന്ന സമയം ഇത്, മനസ്സിലായ? ഡയറിയ, മലേറിയ, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, ചിക്കൻ കുനിയ, സന്നിവാദ ജ്വരം വരുന്ന സമയം ഇത്. നിങ്ങൾക്ക് ഇതിന്റെ കാര്യത്തിന് ഗൗരവം മനസ്സിലായില്ല അല്ലേ? എൻ്റെ രവിയേട്ടാ, അല്ലെങ്കിൽ തന്നെ ഈ കൊറോണയും നിപ്പിയും വന്നിട്ട് ഒന്ന് നടു നിവർത്തിയിട്ടുള്ളൂ. അന്നേരമാണ് നിങ്ങൾ ഈ ആരോഗ്യ പ്രശ്നം നിങ്ങൾ പറയുന്നത് മനസ്സിലായി. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകത്തോണ്ടാ. ഇതിന്റെ കേസിന്റെ വകുപ്പ് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. 500 ചില്ലറയാ നിന്റെ വകുപ്പ്, അതറിയാ? ഗുരുതരമായ പ്രശ്നമാണ്. 6 വർഷമാണ് കഠിന തടവ്. അതല്ലെങ്കിൽ 5 ലക്ഷം റുപ്യ പിഴ. ചിരിക്കണ്ട, ഇത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടല്ല, ഇത് രണ്ടും കൂടി ഒരുമിച്ച് അനുഭവിക്കാം. ചിരിക്കണ്ട ഏട്ടാ, ഇതിന്റെ ഗൗരവം എന്താന്ന് നിങ്ങൾ പറയുന്നത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തരത്തിലും ചിരിച്ചു മയക്കിയിട്ട് എന്നെ നിങ്ങളെ പരിധിയിൽ വരുത്താൻ നോക്കണ്ട. വളരെ ജാഗരൂകമായിരിക്കേണ്ട സമയം. ആ സമയത്താണ് നിങ്ങൾ ഈ ഒരു കക്കൂസ് ടാങ്കി ഇത് പൊട്ടിന്ന് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന പറഞ്ഞിട്ട് ഈ മെമ്പറോട്, ഈ വാർഡിനോട് ഉത്തരവാദിത്തമുള്ള മെമ്പറോട് വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളൊന്നും പറയണ്ട, ഇതിന് എന്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള സഹായം ഉണ്ടാവില്ല. എത്ര നേരായി നിങ്ങൾ നോക്കി മെമ്പറായിട്ട് എന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്ന നീ സംഭവം അറിയാം. കക്കൂസ് മാലിന്യം അന്യന്റെ പറമ്പിലേക്ക് ശരിയാണോ? ശരിയല്ല, തെറ്റല്ലേ? തെറ്റാണ്. അതാന്ന് പറഞ്ഞു. എടാ, നീ എന്തോ നടത്തിയിട്ടായി പറയുന്നത്? എടാ, ഒന്നിക്ക് നീ ശരിയാന്ന് പറ, അല്ലെങ്കിൽ തെറ്റാന്ന് പറ. അപ്പം ഞാൻ ഇവരെ കൂടെ കൂട്ടു നിൽക്കുന്ന പഞ്ചായത്തിന് വഞ്ചിക്കുന്നതിന് തുല്യല്ലേ? എന്റെ മെമ്പർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കിങ്ങള്. നിങ്ങളൊന്നും പറയണ്ട, ഇത് മൊത്തം പ്രശ്നമുള്ള കാര്യമാണ്. ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഈ പഞ്ചായത്തിലെ മൊത്തം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ നിൽക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിൽക്കൂല. നിങ്ങളൊന്നും പറയണ്ട, നിൽക്കാനാവൂല, ആവൂല. എന്റെ മെമ്പറെ, എന്റെ വാർഡ് മെമ്പറേ, ഇതെന്ന് വെച്ചാല് എന്റെ കക്കൂസ് ടാങ്കിന്റെ മാലിന്യല്ല, നിങ്ങളെ കക്കൂസിന്റെ ടാങ്കിന്റെ മാലിന്യാന്ന് എന്റെ വളപ്പിലോട്ട് ഓടുന്നത്. എത്ര മാസമായിട്ട് വരാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ല ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ മെമ്പറെ. നിയമത്തിന്റെ വൈക്കല്ലേ? നിയമം എല്ലാവർക്കും ഒരുമാതിരിയല്ലേ? ശിക്ഷ എല്ലാവർക്കും ഒരുമാതിരിയല്ലേ മെമ്പറെ? അല്ലേ? കേട്ടാ, ഇങ്ങോട്ട് നോക്ക്. നമ്മൾ ഇതുപോലത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വികാരപരമായിട്ട് നേരിട്ടുണ്ട് കാര്യമില്ല, മനസ്സിലാകുന്നുണ്ടാ? അത് നമ്മള് വിവേകപരമായിട്ട് നേരിടണം, മനസ്സിലായ? മനസ്സിലായില്ല? മനസ്സിലായില്ല? അതായത് നമ്മളൊരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്റെ മെമ്പറെ, നിങ്ങൾ ഈ നമ്മുടെ വാർഡിലെ വെറും മെമ്പറല്ല, നിങ്ങൾ നമ്മളെ വാർഡിലെ ബമ്പർ. പറഞ്ഞു വന്നത് നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിച്ചാലോ?